ഗുഡ് മോർണിംഗ് മക്കളെ. എന്നാണ് വിശേഷം? നമ്മുടെ അടുത്ത പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി. കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി നമ്മൾ ആദ്യം ക്ലോസർ പ്രോപ്പർട്ടിയിൽ നമ്മൾ എല്ലാത്തിൻ്റെയും ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, റാഷണൽ നമ്പേഴ്സിൻ്റെ 4 കാൽക്കുലേഷൻ ചെയ്തു. അതേപോലെ നമ്മളിപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഓരോരുത്തരുടെയും ആദ്യം ഹോൾ നമ്പേഴ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ചെയ്ത് നോക്കാൻ പോകണം. എന്താണ് ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് എ ആയിരിക്കണം. അതായത് സംഖ്യ തിരിച്ചിട്ട് കൂട്ടിയാലും സെയിം ആയിട്ട് കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. 0 + 7 എത്രയാ? 0യും 7 ആഡ് ചെയ്താൽ 7 തന്നെയാണല്ലോ ആൻസർ. ഞാനത് തിരിച്ച് 7 + 0, അതായത് 7 ആദ്യമാക്കി 0യെ രണ്ടാമതാക്കി 7 + 0 ചെയ്താലും ആൻസർ എന്നാ തന്നെയാണ്? 7 ആണല്ലോ. ഇത് നോക്കി, 2 + 3. 2 + 3 എത്രയാണ്? 5. അത് തിരിച്ചിടുക. ഞാൻ 3 + 2 ചെയ്യുക, എന്നാലും എന്നാണ്? 5 തന്നെ. കണ്ടോ വ്യത്യാസം വരുന്നുണ്ടോ വിലയ്ക്ക്? അടുത്ത 25 + 35 എത്ര ചെയ്താൽ? 60. ഞാൻ ഇനി 35 + 25 ചെയ്താലോ? 60 തന്നെയാണ്. ഇതിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി. അതായത് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്നായിരിക്കണം? ബി പ്ലസ് എ ആയിരിക്കണം. അങ്ങോട്ട് രണ്ടാമത് ഇട്ട് തിരിച്ചാലും ആദ്യം ഇട്ട് കൂട്ടിയാലും കുറച്ചാലല്ല, ആദ്യം ഇട്ട് ഒരാളെ ആദ്യം ഫസ്റ്റ് പൊസിഷനിൽ കൊടുത്താലും സെക്കൻഡ് പൊസിഷനിൽ കൊടുത്താലും ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഈക്വൽ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഹോൾ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണോ? യെസ്. ഹോൾ നമ്പേഴ്സിലെ ഒരാൾ ആഡ് അഡീഷൻ. അഡീഷൻ ഈസ്, നമുക്ക് എഴുതാം, അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. നമുക്ക് എല്ലാം നോക്കാറുണ്ട് അല്ലേ? ഇനി അടുത്ത സബ്ട്രാക്ഷൻ നോക്കാം. ഓരോരുത്തരും ആണോ നോക്കണ്ടേ? അതായത് a - b = b - a ആണോ നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ, ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഇട്ട് ചെയ്താൽ മതി, വലിയ എക്സാമ്പിൾസ് ഒന്നും വേണ്ട. 7 - 2 ചെയ്യുവാണ് ആദ്യം, പിന്നെ 2 - 7. 7 - 2 എത്രയാ? പ്ലസും മൈനസും. അങ്ങനെ പഠിച്ചാൽ മതി. പ്ലസും മൈനസും വന്ന് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വരും? 5. വലുതിന്റെ സൈൻ, വലുതാരെ ഇവിടെ 7 ആണല്ലോ, അപ്പോൾ പോസിറ്റീവ്. ഇതോ 2 - 7, ഇതും പ്ലസും മൈനസും വന്ന് സബ്ട്രാക്ട് ചെയ്തു. പക്ഷെ വലുതിന്റെ സൈൻ ആരാണ്? മൈനസ്. 7 അല്ലേ വലുത്? മൈനസ്. ഇനി നമ്മൾ പറഞ്ഞ അനുസരിച്ച് a - b എന്ന് പറഞ്ഞാൽ b - a ആയിരിക്കണം. ആണോ? അതല്ലേ കമ്മ്യൂട്ടേറ്റീവ്. അപ്പൊ ഇവിടെ 7 - 2 ചെയ്തു. 7 - 2 ചെയ്തപ്പോൾ നമുക്ക് എന്നാ കിട്ടി? 5. ഞാൻ അത് തിരിച്ച് 2 - 7 ചെയ്തു. അപ്പൊ ആൻസർ എത്ര കിട്ടിയേ? -5. സെയിം ആണോ കിട്ടിയേ? വേറൊരു എക്സാമ്പിൾ നോക്കാം. 10 - 15. 10 - 15 പ്ലസും മൈനസും വന്നാൽ എന്നാ ചെയ്യും മക്കളെ? നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യും. 15 - 10 കുറയ്ക്കും. 5 വലുതിന്റെ സൈൻ, 15 അല്ലേ വലുത്, അപ്പൊ -5 കൊടുത്തു. ഇത് തിരിച്ചു ചെയ്ത് നോക്കിയേ. 15 - 10 സബ്ട്രാക്ട് ചെയ്ത് നോക്കി. ഇവിടെ പ്ലസും മൈനസും സബ്ട്രാക്ട് ചെയ്തു. പക്ഷെ വലുത് 15 ആണ്. 15ന്റെ സൈൻ പ്ലസ് ആണ്. അപ്പൊ ആൻസർ +5 ആണ്. ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ? a - b ചെയ്താൽ ഇത് കണ്ടോ, ഇത് എയും ബിയും. a - b ചെയ്തിട്ട് b - a ചെയ്യുമ്പോൾ സെയിം ആൻസർ ആണോ കിട്ടുന്നത്? അല്ല. അപ്പൊ ഇറ്റ് ഈസ് എന്നാ എഴുതാം? അപ്പം സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മനസ്സിലായേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. a + b = a - b ആണോ? അല്ല, a + b = b + a ആണോ? a - b = b - a. അതായത് അങ്ങോട്ട് തിരിച്ചും മറിച്ച് വിട്ട് ചെയ്താൽ സെയിം ആൻസർ കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ നോക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ. 2 × 3 6. 3 × 2 ചെയ്താലും 6. വേറെ എക്സാമ്പിൾ, -2 × 5. 5 × 2 10. മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ -10 അല്ലേ? ഇനി തിരിച്ചിട്ട് ചെയ്തേ. 5 × -2 എന്ന് ചെയ്തേ. 5 × 2 10. പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ -. ഓ, ഇവരിവിടെ സെയിമാ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ സെയിം. അപ്പൊ നമുക്ക് എന്നാ എഴുതാം? a × b എന്ന് പറഞ്ഞാൽ b × a തുല്യമാണ്. ദാറ്റ് ഈസ് എന്നാ എഴുതണം? ഇവിടെ എഴുതണോ? എഴുതിയേക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓ, മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, സബ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തത്. ഇനി നമുക്ക് ഇതിന്റെ കേസ് ഡിവിഷനും കൂടെ നോക്കണ്ടേ?
ഡിവിഷനും കൂടെ നോക്കാം. നമുക്കിനി ഒരു പ്രോപ്പർട്ടിയുടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഡിവിഷൻ. ഞാൻ ചെറിയ ചെറിയ വീഡിയോസാണ് മക്കളെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ വീഡിയോസ് കാണുമ്പോൾ അതാണ് സന്തോഷം. നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ചെറിയ വീഡിയോസല്ലേ. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ പോയിട്ട് ഏത് വീഡിയോസ് നോക്കിയാൽ ഏറ്റവും ചെറു നോക്കി കാണാൻ ശ്രമിക്കും അല്ലേ. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ. അത്രയും നേരം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നോക്കിയേ, 2 ഡിവൈഡഡ് ബൈ 3. 2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 2/3 നമുക്ക് വേണം എഴുതാം. 2/3, 2 ഡിവൈഡ് ബൈ 3. അല്ലെങ്കിൽ പോയിന്റ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇനി നോക്കിയേ, തിരിച്ച് ചെയ്യാം. 3 ഡിവൈഡഡ് ബൈ 2, 3/2. രണ്ടിൻ്റെ ആൻസർ സെയിം ആയിരിക്കും. 3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 1.5 കിട്ടും ആൻസർ. ഇപ്പോൾ പോയിന്റ് വെച്ച് ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ 2/3 ചെയ്യുവാണെങ്കിൽ 2ന് നമുക്ക് പോയിന്റ് സംതിങ് ആണ് വരുന്നത് അല്ലേ. പോയിന്റ് 18. ഇതിങ്ങനെ .666 സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. ആണോ? എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു ആണ് ബി ഡിവൈഡഡ് ബൈ എ. തിരിച്ച് ചെയ്താൽ കേട്ടോ എന്തായാലും വ്യത്യാസം വരത്തുള്ളൂ. നമുക്കറിയാം 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും 3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആൻസർ വ്യത്യാസമായിരിക്കും. അപ്പൊ ഡിവിഷനിൽ ഇത് ആപ്ലിക്കബിൾ ആണോ? കമ്മ്യൂട്ടേറ്റീവ് ആണോ? ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്താൽ A+B എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്താൽ ഒരു സംഖ്യ തമ്മിൽ ആഡ് ചെയ്താൽ അവർ തിരിച്ചിട്ട് ആഡ് ചെയ്താലും സെയിം ആൻസർ കിട്ടണം. അല്ലെ സബ്ട്രാക്ട് ചെയ്താൽ തിരിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്താൽ സെയിം ആൻസർ കിട്ടണം. മൾട്ടിപ്ലൈ ഒരു സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവരെ സംഖ്യകളെ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ കിട്ടണം. നമുക്ക് 3 കേസിലും കിട്ടി. ഡിവിഷനിൽ മാത്രം കണ്ടോ തിരിച്ച് 2/3 അല്ല 3/2 ചെയ്തപ്പോൾ നമുക്ക് വേറെ ആൻസർ ആണ് കിട്ടുന്നത്. അപ്പം ഇത് മാത്രമേ ഉള്ളൂ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തത്. ഏതില്? ഹോൾ നമ്പേഴ്സിൽ. ആൻസർ ഹോൾ നമ്പറും ആയിരിക്കണം. അത് കേട്ടോ, കിട്ടുന്ന ആൻസർ ഹോൾ നമ്പറും ആയിരിക്കണം. സെയിം ആൻസർ കിട്ടുക വേണം. അപ്പം ഇതല്ല, ഇത് മാത്രമല്ല. മനസ്സിലായില്ലേ മക്കളെ? ഇനി നമുക്ക് ഇൻഡിജേഴ്സ് നോക്കാം, റാഷണൽ നമ്പേഴ്സ് നോക്കാം. വേറെ വേറെ വീഡിയോസ് ആയിട്ട് നോക്കാം. മനസ്സിലായല്ലോ? ഓക്കെ മക്കളെ, താങ്ക് യു.